ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി ചിക്കൻ മലായ് കബാബാണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിലുണ്ടാക്കാം. പിന്നെ നമ്മളിത് ഓവനിലല്ല ഉണ്ടാക്കുന്നത്, പാനിലാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കബാബാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണേ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമുക്കിതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. If you are watching our video for the first time, please subscribe, like, share and comment. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചീസ് ക്രീം ഉണ്ടാക്കാം. ചീസ് ക്രീം ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഒരു പാക്കറ്റ് പാലാണിത്, 500 ml ഒരു പാക്കറ്റ് പാല്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തിളച്ച് പൊങ്ങുന്നതിന് മുമ്പായിട്ട് അരിക്കുന്നൊക്കെ തിള വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കിയെടുക്കണം. വേണം ഇതുപോലെ ചീസ് കിട്ടുക. എന്നിട്ട് നമുക്കിത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതിൻ്റെ ചൂട് മാറിക്കിട്ടും. അതുപോലെ നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുത്തതല്ലേ, അതിൻ്റെ പുളിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ച് നല്ലോണം പ്രസ് ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലോണം ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കുക. എന്നിട്ട് അരികുന്നൊക്കെ തട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ക്രീം. ഈ ചീസ് ക്രീം നമുക്കിവിടെ മാറ്റി വെക്കാം. നമുക്ക് ചീസ് ക്രീം വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ കബാബ് ഉണ്ടാക്കാമല്ലോ. നമ്മൾ ഈ കബാബിന് ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത്. ഇത് ഒരു വലിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അത് ഇതുപോലെ ചെറുതായി ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എൻ്റെ അടുത്ത് ക്രഷ് ചെയ്തെടുത്തത് ഫ്രീസറിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതെടുത്തത്. ഇത് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. വെളുത്തുള്ളി അങ്ങനെ ചേർക്കുന്നതാണെങ്കിൽ മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 8 എണ്ണം എടുക്കാം. വലുതാണെങ്കിൽ 4-5 എടുക്കാം. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു പിടി മല്ലിയിലയും പിന്നെ ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കായ് പൊടിയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലൊക്കെ അരച്ചെടുക്കുമ്പോൾ അതിൽ തൈര് ചേർത്ത് അരക്കരുത്, അപ്പോൾ ഇത് ലൂസായി പോകും. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച ചീസ് ക്രീമാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂണ് നിറയുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചീസ് ക്രീമാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ് നിറയെ എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പ് കുറഞ്ഞു പോകുമെന്നുള്ള സംശയത്തിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചാൽ മതി. ഇത് 4 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് നമ്മളെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പം നമ്മളെ ചിക്കന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഉണ്ടായിരുന്നത്. ഇതിപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റിക്കിൽ കുത്തി കൊടുക്കാം. സ്റ്റിക്കില്ലെങ്കിൽ അങ്ങനെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. അധികം എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. അതുപോലെ പിന്നെ ഒലിവ് ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇത് ഒലിവ് ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതെല്ലാം കുത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മസാല നമുക്കിതിൻ്റെ മേലെ പുരട്ടി കൊടുക്കാം. പിന്നെ ഇത് സ്റ്റിക്കിൽ തന്നെ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. പാനിൽ അങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയാലും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പം മീഡിയം ഫ്ലെയിമിലാണുള്ളത്. ഇതിൽ കുറച്ച് മസാല ഉണ്ട്, അത് നമുക്കിതിൻ്റെ മേലെ പരട്ടി കൊടുക്കാം.
നല്ലോണം ഇത് റെഡി ആയിട്ട് വരുമ്പോൾ ഈ മസാലയെല്ലാം അതിൽ പിടിച്ചോളും, ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ള മസാല മുഴുവനും ഇതിലേക്ക് പരട്ടി കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റായാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് തുറന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒരു ഭാഗം റെഡി ആയിട്ടില്ല, പിന്നെ ഞാൻ അടച്ച് വെച്ചിട്ട് പിന്നെ ഇതൊന്ന് റെഡിയായപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ച് ഇത് ഇട്ട് കൊടുക്കണം, ശ്രദ്ധിക്കണം കരിഞ്ഞു പോകുന്നത്. എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ആയാൽ നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അടച്ച് വെക്കേണ്ടതില്ല, ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ആദ്യം പിന്നെ ഇട്ടെടുത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ച് വെക്കുക, പിന്നെ മറിച്ചിട്ടിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി. അങ്ങനെ 10 മിനിറ്റ് ആയാൽ പിന്നെ നമുക്ക് പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്താൽ മതി. എല്ലാ സൈഡും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലുള്ള മസാലയൊക്കെ ഇതിൽ പിടിച്ച് വരും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിൻ്റെ മസാലയൊക്കെ ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്